ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ പോയി. അതിന് ന്യായമായ ഒന്നും കിട്ടിയിട്ടുമില്ല. എന്താണ് പറയാനുള്ളത്? ഇവിടെ കേരള ചരിത്രത്തിൽ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഇത്രയും ഹാർഡ് വർക്കായിട്ടുള്ള ഒരു ഇലക്ഷൻ നടന്നിട്ടില്ല. എല്ലാ എം പിമാരും മന്ത്രിമാരും മുഖ്യമന്ത്രി 3-4 ദിവസമായിട്ട് ക്യാമ്പയിൻ ചെയ്ത ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അങ്ങനെ പുള്ളിക്കാരൻ സാധാരണ എവിടെയെങ്കിലും പോയ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം നിൽക്കുള്ളൂ. 3 ദിവസം നിന്നിട്ട് ഉള്ള ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ അത്രയും ചരിത്ര പ്രസിദ്ധമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല, പ്രവചനാതീതമാണ്. ഇത് ശരിക്കും ഒരു UDF മണ്ഡലമാണെങ്കിൽ കൂടിയും കഴിഞ്ഞ 2 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു ഈ മണ്ഡലം. അതിൽ നിന്നും PV അൻവർ രാജിവെച്ചിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം. അപ്പോൾ പുള്ളിക്കാരൻ രാജിവെച്ചതിന് പുറമെ പുള്ളിക്കാരൻ മത്സരിക്കുന്നതുകൊണ്ടുണ്ട് ഇവിടെ. അത് നമ്മളെ ഈ ഇലക്ഷൻ വരാൻ കാരണം തന്നെ പുള്ളിക്കാരൻ തന്നെയാണ്. അപ്പം ജനങ്ങൾക്കിത് സത്യത്തിൽ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും പൈസയൊക്കെ മുടക്കി ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് വേണം ഇലക്ഷൻ നടത്തണമെങ്കിൽ. അപ്പോൾ അത്രയും പൈസ ഇവിടെ മുടക്കിയിട്ട് ഇലക്ഷൻ വരിക എന്ന് പറയുമ്പോൾ പൊതുവേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ജനപ്രതിനിധത്തെ ഭരണ നേട്ടം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശമായ പോരാട്ടമാണ്. രണ്ടും ശക്തമായ സ്ഥാനാർത്ഥിയാണ്. ഒന്ന് നിലമ്പൂരിൽ 35 വർഷം ഭരിച്ച UDFൻ്റെ സാരഥിയായ ആര്യട മുഹമ്മദിൻ്റെ മകനും പിന്നെ LDFൻ്റെ ശക്തനായ സ്ഥാനാർത്ഥി സ്വരാജും തമ്മിലാണ് മത്സരം. PV അൻവർ കുറേ വോട്ട് പിടിക്കുമെങ്കിലും മത്സരം നടക്കുന്നത് അവർ തമ്മിലാണ്. ഈ PV അൻവറിന്റെ 4 വർഷം ഭരണം അത് ഇടതുപക്ഷത്തിന് പിന്തുണയോട് കൂടിയാണ് PV അൻവർ ഭരിച്ചത്. അതുകൊണ്ട് നേട്ടം തന്നെയാണ്, അല്ലാതെ മോശമായ ഭരണമൊന്നും പറയാൻ പറ്റില്ല. ഭരണപരിഷ്കാരങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഭരണപരിഷ്കാരങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ നിലമ്പൂർ വന്നിരിക്കുന്നത് ഒരു നിലമ്പൂരിൻ്റെ ഒരു ചെറിയ റോഡായിരുന്നു. ഇത് വീതി കൂടി. പക്ഷേ ഈ വീതി കൂടുതൽ ഞങ്ങൾക്ക് ഞാനൊരു കച്ചവടക്കാരനാണ്. ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ പോയി. അതിന് ന്യായമായ ഒന്നും കിട്ടിയിട്ടുമില്ല. അതെന്ന് പറഞ്ഞാൽ നമുക്കതൊരു നഷ്ടക്കച്ചവടമാണ്. എന്ന് വെച്ചാൽ ആ വീതി കൂടുതൽ കൊണ്ട് വ്യാപാരികൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് CPM അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കട്ടയ്ക്ക് കട്ടയാണ് മത്സരം. ത്രികോണ മത്സരം ഒന്നുമില്ല, രണ്ടുപേരും മാത്രം. PV അൻവർ ഒരു ഭാഗിക ഘടകം മാത്രമേ ഉള്ളൂ, അല്ലാതെ മത്സര രംഗത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഓക്കെ, താങ്ക് യു.